ഞാൻ എൻ്റെ കല്യാണത്തിന് മോർണിംഗിന് എൻ്റെ സ്കിൻ കളറിനെക്കാട്ടിലും കമ്മിയായിരുന്നു. റിസപ്ഷൻ സമയത്ത് എൻ്റെ സ്കിൻ കളറിനെക്കാട്ടിലും ബ്രൈറ്റ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടുപിടിച്ച് ഇതിനെ വിശദീകരിച്ച് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് പ്രിഞ്ചു ആണ് കേട്ടോ. അന്ന് എനിക്കത് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. പിന്നീട് മേക്കപ്പ് ക്ലാസ്സിലൊക്കെ പോയപ്പോഴാണ് അത് മനസ്സിലായത്. കാരണം എൻ്റെ ഫേസ് കളറും എൻ്റെ നെക്ക് കളറും ഡിഫറെൻ്റ് ആണ്. മേക്കപ്പിൽ എൻ്റെ കഴുത്തിൻ്റെ കളറിലാണ് എൻ്റെ ഫേസിൻ്റെ കളർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഡാർക്കായി പോയത്. പക്ഷേ ഈവനിങ്ങത്തെ മേക്കപ്പിൽ റിസപ്ഷന് വന്ന ആൾ എൻ്റെ ഫേസിൻ്റെ കളർ എൻ്റെ നെക്കിന് കൂടെ ആക്കിയപ്പോൾ ഒന്നും കൂടെ ഞാൻ ബ്രൈറ്റ് ആക്കി. നമുക്ക് ഏത് കളർ, നമ്മുടെ കഴുത്ത് കളർ കൂടുതലാണെങ്കിൽ കഴുത്തിൻ്റെ കളറിൽ നമ്മുടെ ഫേസ് ആക്കണം. പക്ഷെ നമ്മുടെ ഫേസ് കളർ കൂടുതലാണെങ്കിൽ ഫേസിൻ്റെ കളറിൽ കഴുത്താക്കണം കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഷോപ്പാരലാണ്. എപ്പോഴും ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. കാരണം നല്ല വല്ല ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നോ നല്ല കവറേജ് കിട്ടുന്നൊരു ഫൗണ്ടേഷനാണ്. ഞാൻ മേബിലിനൊക്കെ മാറ്റിയിട്ട് 2 കൊല്ലങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കവറേജ് കാണിക്കാനാണ് കാണിക്കുന്നത്. എപ്പോഴും ഉപയോഗിക്കില്ലേ, കാരണം അത്രയും കവറേജാണ്. കഴുത്തിലൊന്നും ഞാൻ ഇപ്പോഴും ഇട്ടിട്ടില്ല, മടിയായിരുന്നു. കണ്ടില്ലേ, ജസ്റ്റ് എൻ്റെ ആ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്തുണ്ടെങ്കിലും അത് നന്നായിട്ട് വളരെ കുറച്ച് ഡ്രോപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ അതൊന്ന് സെറ്റായി വരാനുണ്ട്. ഒരു 20 മിനിറ്റ്സിലൊക്കെ സെറ്റായി വന്നാൽ നല്ല അടിപൊളി സാധനം. പിന്നെ ഞാൻ ബ്ലഷോ കോൺടോറോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കൂടെ ചെയ്ത് ഒന്നും കൂടെ സെറ്റ് ചെയ്താൽ ഈ പുട്ടിയടിച്ച എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ എക്സാക്റ്റ് ലുക്ക് കാണിച്ചതാണ്.